വെൽക്കം ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യാസ് സൊല്യൂഷൻസ്. നമ്മൾ ഇന്നത്തെ സെഷനിൽ കഴിഞ്ഞ സെഷൻ്റെ കണ്ടിന്യൂഷനായ ട്രിമ്മിൻ്റെ കണ്ടിന്യൂഷനായ എക്സ്റ്റെൻഡാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ട്രിമ്മിൽ ഒരുപാട് സബ് ഓപ്ഷൻസ് ഒക്കെ നമ്മൾ നോക്കി, അതേപോലെ തന്നെയാണ് എക്സ്റ്റൻഷനിലും നമുക്ക് സബ് ഓപ്ഷൻസ് ഒരുപാടുണ്ട്. അതൊക്കെ എങ്ങനെയാണെന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ എക്സ്റ്റെൻഡ് ആകുമ്പോഴും ഡബിൾ എൻട്രി യൂസ് ചെയ്യാം, സിംഗിൾ എൻട്രി യൂസ് ചെയ്യാം, രണ്ടും ഒരുപോലെ തന്നെയാണ് വരിക. ഇപ്പോൾ നമ്മൾ എക്സ്റ്റെൻഡിൽ ഈ എക്സ് ഡബിൾ എൻട്രി കൊടുത്തു കഴിഞ്ഞാൽ വി ക്യാൻ എക്സ്റ്റെൻഡ് എ ലൈൻ അപ് ടു എ മാർക്ക്. നമ്മൾ ഏതാണോ ഇത് അടുത്ത് ഉടനെ ഇരിക്കുന്ന ഇമ്മീഡിയറ്റ് ഒബ്സ്റ്റക്കിൾ ഏതാണോ അതുവരെ നമുക്ക് എന്താവും, എക്സ്റ്റെൻഡ് ആവും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ എക്സ് ഡബിൾ എൻട്രി കൊടുക്കുക. ഇഫ് ഇൻ കേസ് വൺ മോർ ഒബ്സ്റ്റക്കിൾ ഇവിടെ ഉണ്ടെന്ന് വെച്ചോ, ഇവിടെ എങ്ങനെയുണ്ട്. അപ്പോൾ ഈ ഒരു ലൈൻ എന്നുള്ളത് ഈ എക്സ് ഡബിൾ എൻട്രി കൊടുക്കുമ്പോഴത്തേക്കും ഏതാണോ ഇമ്മീഡിയറ്റ് നെക്സ്റ്റ് ഒബ്സ്റ്റക്കിൾ ഏതാണോ അതുവരെ ഇത് പോകത്തുള്ളൂ അല്ലേ. ഇപ്പോൾ നമുക്ക് എനിക്ക് ഇതുവരെ വേണം എന്നുണ്ടെങ്കിൽ ഈ ഒരു രണ്ടാമത് സർക്കിൾ വരെ എനിക്ക് ഈ ഒരു ലൈൻ എക്സ്റ്റെൻഡ് ആയി കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, രണ്ട് വട്ടം എനിക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യേണ്ടി വരും. അപ്പോഴേ എനിക്ക് ഈ രണ്ട് പാർട്ട് ക്രോസ് ചെയ്ത് എനിക്ക് വരുള്ളൂ. അല്ലാതെ നമുക്ക് ഒറ്റയടിക്ക് അത് കിട്ടണമെന്നുണ്ടെങ്കിൽ വി ക്യാൻ ഗോ ഫോർ ഈ എക്സ് സിംഗിൾ എൻട്രി കൊടുക്കുമ്പോഴത്തേക്കും ഈ എക്സ് സിംഗിൾ എൻട്രി കൊടുക്കുക. ഏതാണ് നമ്മുടെ ബൗണ്ടറി ലൈൻ ആ ഒരു ബൗണ്ടറി ലൈനെ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ട ലൈനെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും എൻട്രി കൊടുക്കുക. എന്നിട്ട് വേണ്ട ലൈനെ നമുക്ക് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇറ്റ് വിൽ എക്സ്റ്റെൻഡ് അപ് ടു ദ ഡിസൈഡ് ലൊക്കേഷൻ. നമ്മൾ എവിടെയാണ് കൊടുത്തിരിക്കുന്ന ബൗണ്ടറി അവിടെ വരെ എനിക്ക് എന്താവും, അത് എക്സ്റ്റെൻഡ് ആവും. ഇടയ്ക്ക് എത്രയൊക്കെ ഒബ്സ്റ്റക്കിൾസ് ഇടയ്ക്ക് എത്ര എണ്ണം വന്നെങ്കിലും ഇറ്റ് വിൽ ക്രോസ് ഇൻ ദ വൺ ക്ലിക്ക്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നു, ബൗണ്ടറി എന്നുള്ളത് കൊടുക്കുന്നത് ഇവിടെ എക്സ്റ്റെൻഡിൽ. ഓക്കെ, ഇതാണ് സിംഗിൾ എൻറ്ററും ഡബിൾ എൻറ്ററും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, ഇതിൽ കുറേ സബ് ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ ട്രിമ്മിൽ കണ്ടതുപോലെ തന്നെയാണ്. ഈ എക്സ് ഡബിൾ എൻട്രി കൊടുക്കുമ്പോഴത്തേക്കും ദർ ഈസ് ആൻ ഫെൻസ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് സെലക്ഷൻ ഇൻ ദ സെൻസ് നമുക്ക് ഡ്രാഗ് ചെയ്യാം, അല്ലാതെ ക്ലിക്ക് ചെയ്യാം. കൂടാതെ നമുക്ക് ഒരു ഓബ്ജക്റ്റെയും ക്ലിക്ക് ചെയ്യാത്ത തന്നെ നമുക്ക് ലൈൻ വരച്ച് ആസ് എ ഡോട്ടഡ് ലൈൻ പോലെ നമുക്കൊരു സെലക്ഷൻ ലൈൻ വരും. അങ്ങനെയൊക്കെ വരച്ചിട്ട് എനിക്ക് ഫെൻസ് ക്രിയേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഫെൻസിനുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ ഒരു ലൈനും ഇല്ല, എനിക്ക് ഈ ഒരു പോർഷനിലുള്ള ഈ ലൈൻസ് മാത്രം എക്സ്റ്റെൻഡ് ആയാൽ മതി. അപ്പം ഞാൻ എന്ത് ചെയ്യുക, ഈ പോർഷൻസ് കവർ ചെയ്തിട്ട് ഞാൻ ഇത് വരയ്ക്കുക. ഓക്കെ, ഇപ്പോൾ എനിക്ക് ഇങ്ങനെയാണ് കിട്ടിയിട്ടുണ്ടാവുക. ഇത് ഇപ്പോൾ ഈ ഒരു ലൈൻ്റെ ഇപ്പുറത്തെ ഓഫിലെ സെക്കൻഡ് ഓഫിലെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ എക്സ്റ്റെൻഡ് ഇൻ ദിസ് ഡയറക്ഷൻ, അതർവൈസ് ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും എക്സ്റ്റെൻഡ് ആവുക. അപ്പോൾ ആ ഒരു എക്സ്റ്റൻഷൻ എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ സെലക്ട് ചെയ്യുന്ന പോർഷൻ അനുസരിച്ചായിരിക്കും. അപ്പോൾ അതെങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത്, ഈ എക്സ് ഡബിൾ എൻറ്റർ. റൈറ്റ് നോ ഐ എം ടേക്കിംഗ് ഫെൻസ്. ഇപ്പം ഞാൻ എൻ്റെ ഫെൻസ് എന്ന് പറയുന്നത് ഈ ഒരു ലൈനെ ഈ എഡ്ജിലും ഈ ലൈനെ ഈ എഡ്ജിലും ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ എക്സ്റ്റെൻഡ് ടുവേർഡ്സ് ദിസ് സൈഡ്. പക്ഷേ ഇതെന്ന് പറയുന്നത് അകത്തോട്ടായിരിക്കും. നോക്കിക്കാം, ഇപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്തു, എന്നിട്ട് ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തു, പിന്നെ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തു, പിന്നെ ഞാൻ ഇവിടെ ഇങ്ങനെയായിട്ട് വരുമ്പോഴത്തേക്ക് എനിക്ക് എന്തായി കഴിഞ്ഞു, ഈ ഒരു ഞാൻ വരച്ച ആ ഒരു ഫെൻസ് സിക്സാക്കായിട്ട് വരച്ചതുകൊണ്ട് എനിക്ക് ഏത് ഓഫാനാവോ ഞാൻ ടച്ച് ചെയ്തത് അതനുസരിച്ചാണ് എനിക്കൊരു എക്സ്റ്റൻഷൻ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഫെൻസ് ഇരിക്കുമ്പോൾ. അല്ലാതെ എല്ലാം എനിക്ക് ഇവിടെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഗോ ഫോർ, ഇപ്പോൾ ഫെൻസിനുള്ളത് സെലക്ട് ചെയ്യുക, ഈ എക്സ് ഡബിൾ എൻറ്റർ, ഫെൻസിനുള്ളത് സെലക്ട് ചെയ്യുക. ഞാൻ എന്ത് ചെയ്യണം, ഞാൻ ആ ഒരു സെക്കൻഡ് ഓഫ് കിട്ടുന്ന രീതിയിൽ തന്നെ എൻ്റെ ഫെൻസ് ലൈൻ ഞാൻ വരച്ചിരിക്കണം. എന്നെങ്കിൽ മാത്രമേ എനിക്ക് അങ്ങോട്ട് കിട്ടുള്ളൂ. ഇഫ് ഇൻ കേസ് ഞാൻ ഗോ ബിലോ ദ മിഡ് പോയിൻറ്റിൽ നിന്ന് ഞാൻ താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഗോ ഇൻസൈഡ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഫെൻസ് ഇതിനകത്ത് എക്സ്റ്റെൻഡിൽ യൂസ് ചെയ്യുന്നത്. ദ സെയിം ലൈക്ക് ദിസ്. അടുത്തതെന്ന് പറയുന്നത് ക്രോസിങ്, എക്സ്റ്റെൻഡ് ഡബിൾ എൻറ്റർ ക്രോസിങ് നമ്മൾ ട്രിമ്മിൽ കണ്ടതുപോലെ തന്നെ നമുക്ക് സെലക്ഷൻ എല്ലാം ബ്ലൂ സെലക്ഷൻസും ഗ്രീൻ സെലക്ഷൻസും ഒക്കെ ഇതിനകത്ത് ഇല്ല. നമ്മൾ എന്നെ സെലക്ട് ചെയ്താലും ഇറ്റ് വിൽ ബി കൺസിഡർ ആസ് ഗ്രീൻ സെലക്ഷൻ. ഇപ്പോൾ ക്രോസിങ്ങിനുള്ളത് കൊടുത്തു. ഞാൻ എന്നിട്ട് എന്ത് ചെയ്യുന്നു, മെയിലിൽ നിന്ന് താഴോട്ട് ഞാൻ ഇങ്ങനെ ചെയ്യാം. കണ്ടോ, ഇറ്റ് വിൽ ബി ബ്ലിങ്കിങ് ആസ് ഗ്രീൻ. സോ ഇതെല്ലാം സെയിം ആയിട്ട് തന്നെയാണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. ഓക്കെ, അടുത്തത് ഈ എക്സ് ഡബിൾ എൻട്രി കൊടുക്കുക. ദെൻ വി ആർ ഗോയിങ് ഫോർ എഡ്ജെന്ന് പറയുമ്പോഴത്തേക്കും നമുക്കിവിടെ ഫില്ലറ്റ് വേണമെങ്കിലും ഇതിനകത്ത് നടത്താം. എന്ന് പറഞ്ഞാൽ കണക്റ്റ് ആവാത്ത രണ്ട് ലൈൻ, ഈ ഒരു രണ്ട് ലൈൻ ഉണ്ടല്ലോ. ഇപ്പോൾ ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നോർമൽ കേസിൽ എനിക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമോ, പറ്റില്ല. വൈ, ബിക്കോസ് ഇതിൻ്റെ ഒബ്സ്റ്റക്കിൾ ഒന്നുമേ ഇല്ല. പിന്നെ ഇങ്ങോട്ടാകാം, ഇതിനകത്ത് ഇവിടെ നമുക്കൊരു ഫേസ് ഉണ്ട്, സോ ഇറ്റ് വിൽ ഗോ ടുവേർഡ്സ് എ ഫേസ്. പക്ഷേ ഈ ഒരു സൈഡിൽ എന്ന് പറയുന്നത് നമുക്ക് ഫ്രണ്ടിൽ യാതൊരു ഓബ്ജക്റ്റും ഇല്ല. ഈ ഒരു കേസിലും കൂടെ നമുക്ക് ഇതിനെ ഇപ്പുറത്തെ സൈഡിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അതിനായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എഡ്ജ്.
ഇവിടെ എഡ്ജിനുള്ളത് കൊടുക്കുക, എക്സ്റ്റെൻഡിനുള്ളത് എടുക്കുക. എക്സ്റ്റെൻഡിനുള്ളത് എടുക്കുമ്പോഴത്തേക്കും ഇറ്റ് വിൽ കൺസിഡർ ദിസ് എക്സ്റ്റൻഷൻ ആസ് ഫേസ്. ഇപ്പോൾ കണ്ടോണേ, ഇപ്പോൾ ഇത് കൊടുക്കുമ്പോഴത്തേക്കും ഇറ്റ് വിൽ ഗോ അപ്പ് ടു ദറ്റ് ലൈൻ. പക്ഷേ അത് കണക്റ്റ് ആയിട്ടില്ല സ്റ്റിൽ. അതിൻ്റെ എക്സ്റ്റൻഷനെ ഇമേജിൻ ചെയ്തിട്ടാണ് നമുക്കിവിടെ ഒരു എക്സ്റ്റെൻഡ് ലൈനിൻ്റെ എക്സ്റ്റെൻഡ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് എഡ്ജിനുള്ളത് നമുക്ക് യൂസ് ചെയ്യുന്നത്. ഈവൻ ഇവിടെ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു ഏരിയ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു ലൈനിൻ്റെ എക്സ്റ്റൻഷൻ ഇമേജിൻ ചെയ്തിട്ടാണ് ഈ ഒരു ആർക്ക് നമുക്ക് എക്സ്റ്റെൻഡായി കിട്ടുന്നത്. സ്റ്റിൽ ഇവിടെ ആണെങ്കിലും അതുപോലെ തന്നെ. ഇപ്പോൾ ഇവിടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും ഇവിടെ നിൽക്കുന്നതിൻ്റെ അർത്ഥം ഇതിൽ നിന്ന് വരുന്ന ലൈനിൻ്റെ എക്സ്റ്റൻഷനെ ഇമേജിൻ ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് എഡ്ജ് കൊടുക്കുന്നത്. സെയിം എസ് അതേപോലെ തന്നെയാണ് നമുക്ക് പ്രോജക്റ്റിനുള്ളത് 3Dയിലാണ് യൂസ് ചെയ്യേണ്ടത്. ലൈൻ എടുത്തോളാം, എന്നിട്ട് ഞാനൊരു ഹൈറ്റ് കൊടുക്കാം, പിന്നെ ലൈൻ ഞാൻ അങ്ങോട്ട് ഇതെല്ലാം ഡിഫറെൻറ്റ് പ്ലെയിൻസിലാണ് ഉള്ളത്. ബട്ട് ദ വ്യൂ ഷോസ് ദാറ്റ് ഇതെല്ലാം ഇങ്ങനെ ഇൻ്റർസെക്ഷൻ ആവുന്നത് പോലെയാണ് നമുക്കിത് കാണിക്കുന്നത്. ഈ ലൈനിൻ്റെ എക്സ്റ്റെൻഡ് ചെയ്യാൻ നമ്മൾ ട്രൈ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ദർ ഈസ് നോ ഫേസ്. ആക്ച്വലി നമ്മൾ ഫ്രണ്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് ഫേസ് അങ്ങോട്ട് ഒരു ലൈനും ഇല്ല. പക്ഷേ നമ്മൾ ഈ ഒരു വ്യൂവിലാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിന് ഇവിടെ ഒരു ഫേസ് ഉണ്ട്. ഓക്കെ, നമ്മൾ ആ ഒരു വ്യൂ മാത്രം കൺസിഡർ ചെയ്തിട്ടാണ് ഈ എക്സ്റ്റൻഷൻ നടത്തുന്നത്. അപ്പോൾ എക്സ്റ്റെൻഡ് ഈ എക്സ് ഡബിൾ എൻറ്റർ ഇവിടെ കൊടുക്കേണ്ടതെന്ന് പറയുന്നത് പ്രോജക്റ്റ് കൊടുത്തിട്ട് വ്യൂ എടുക്കുക. റൈറ്റ് നൗ ഏതാണോ വ്യൂ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ഒരു വ്യൂ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ ഈ ഒരു ലൈനെ എനിക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ ഈ ലൈൻസിനെ എനിക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. എക്സ്റ്റെൻഡ് കൊടുത്തിരിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ എഡ്ജിൽ എക്സ്റ്റെൻഡർ കൊടുത്തിരിക്കുന്നതുകൊണ്ട് നമുക്കിത് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടും. ഓക്കെ, ഇങ്ങനെ എനിക്ക് വ്യൂ വെച്ചിട്ട് എനിക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. സ്റ്റിൽ ഞാൻ ഫ്രണ്ടിലോട്ട് നോക്കുമ്പോഴത്തേക്കും ഈ ഒരു ലൈൻ എന്ന് പറയുന്നത് നമുക്ക് എവിടെയും ടച്ച് ആവാതാണ് കിടക്കുന്നത്. പക്ഷേ ഞാൻ ആ ഒരു സ്റ്റാൻഡേർഡ് വ്യൂ വെച്ചപ്പോഴത്തേക്കും എനിക്കത് ജോയിൻ്റ് ആവുന്നത് പോലെ നോക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് UCS വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം. ഗോ ഫോർ അൺഡു. ഓക്കെ, എന്നിട്ട് എക്സ്റ്റെൻഡ് ഡബിൾ എൻറ്റർ ഇവിടെ ഞാൻ പ്രോജക്റ്റ് എടുത്തിട്ട് UCSനുള്ളത് കൊടുക്കുക. UCSനുള്ളപ്പോൾ നമുക്ക് മറ്റേ ടോപ്പ് വ്യൂ മാത്രമേ കൺസിഡർ ചെയ്യത്തുള്ളൂ. സോ വിൽ ഗോ ലൈക്ക് മാഡ്. ഓക്കെ, എന്നിട്ട് ഞാൻ ടോപ്പ് വ്യൂ എടുക്കുമ്പോഴത്തേക്കും എല്ലാം എനിക്ക് കറക്റ്റായിരിക്കും. ഇവിടം വരെയാണ് എനിക്കിത് കിട്ടിയിരിക്കുന്നത്, ഇവിടം വരെയാണ് നമുക്കിത് മറ്റേത് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇവിടെ ഒരു ലൈൻ ഉണ്ടാവും, അതാണ്. ഓക്കെ, എനിക്കിങ്ങനെയാണ് വ്യൂ വെച്ചിട്ട് എക്സ്റ്റെൻഡ് ആവുന്നത്. പക്ഷേ എൻ്റെ ഈ ഒരു വ്യൂവിൽ എക്സ്റ്റൻഷൻ എനിക്കിത് കാണുന്നില്ല, പിന്നെയും പകുതിയായിട്ട് നിൽക്കുന്ന പോലെയുണ്ട്. പക്ഷേ ടോപ്പ് വ്യൂ വെക്കുമ്പോഴത്തേക്കും ഇറ്റ് വിൽ ബി കറക്റ്റ്ലി കണക്റ്റഡ് ടു ദ നെക്സ്റ്റ് എൻഡ്. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് ഇവർ എക്സ്റ്റെൻഡും ട്രിമ്മും അതിൻ്റെ സബ് ഓപ്ഷൻസും യൂസ് ചെയ്യുന്നത്. ആസ് യൂസ്വൽ അൺഡു എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ കൺട്രോൾ ഇസറ്റ് തന്നെയാണ്. അൺഡു എന്നുള്ളത് ഇവിടെ നിന്ന് കൊടുക്കാം. ഇതിന് മാത്രമുള്ള എല്ലാ ടൂൾസിലും നമുക്ക് അൺഡു എന്നുള്ളൊരു ഓപ്ഷൻ ഡിഫോൾട്ടായിട്ട് സബ് ഓപ്ഷൻ പോലെ കിട്ടുന്നതാണ്. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടത്. താങ്ക് യു.